ഹലോ കൂട്ടുകാരെ, കഴിഞ്ഞ ദിവസം ഒരു വാർത്ത ചെയ്തായിരുന്നു. ഇവിടെ ഭയങ്കര കുഴിയായിട്ട് ഓട്ടോറിക്ഷക്കാർക്കും ടൂ വീലർക്കാർക്കൊക്കെ ഭയങ്കര ഭീഷണിയായിട്ട് കിടന്നൊരു വഴി എന്താണേലും കുറേ ആശ്വാസം അവർക്കായി. ടൂ വീലർക്കാർക്കൊക്കെ കുറേ ആശ്വാസമായി. ഒരു ലോഡ് കൊണ്ടുവന്ന് ചാടിച്ച് ഒന്ന് അത് ലെവൽ ചെയ്തുകൊണ്ട് തൽക്കാലം ടൂ വീലർക്കാരും ഓട്ടോറിക്ഷക്കാരൊക്കെ ഒന്ന് രക്ഷപ്പെടാവുന്ന ഒരു രീതിയിലേക്ക് ആയിട്ടുണ്ട്. എന്നാലും ഒരു ലോഡും കൂടെ കിട്ടി ചാടിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ലാത്ത രീതിയിലേക്ക് ഒന്നാകും. കാരണം ഒരൊറ്റ ലോഡും കൂടെ കൊണ്ടുവന്ന് ഒന്ന് ചാടിച്ച് എത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും, അപ്പുറ സൈഡ് ക്ലിയറായി. അപ്പോൾ ബാക്കിയുള്ള ഭാഗം ഒരു സൈഡ് മാത്രം ക്ലിയർ ആയിട്ടുണ്ട്. ബാക്കിയുള്ള സൈഡിൽ ഇങ്ങനെ അതേപോലെ തന്നെ ചെറിയ കട്ടിങ്ങും ഒരു കുഴിയൊക്കെ ആയിട്ട് അങ്ങനെ കിടക്കുന്നു. അപ്പോൾ ഒരു സൈഡിൽ കൂടെ തന്നെയാണ് വണ്ടികൾ ഇങ്ങനെ പോകുന്ന ഒരു രീതി. ആ വലിയൊരു കുഴികൾ ഉണ്ടോ, കാണുമ്പോൾ നമുക്ക് കാണാം അവിടെ ആ കുഴികളൊക്കെ ഉണ്ട്. ഒരു ലോഡും കൂടെ ഒന്ന് ചാടിച്ച് മക്കി അടിച്ചിട്ട് അതൊന്ന് ലെവൽ ചെയ്യുമായിരുന്നെങ്കിൽ നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും വിഷയമായി കിടന്നത്, ഇത്രയും വണ്ടികൾ ടൂ വീലർക്കാർക്കൊക്കെ ഒരു ആശ്വാസമായി. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിമർശിക്കുമ്പോൾ അതിൻ്റെ അകത്ത് നല്ലത് ചെയ്യുമ്പോൾ നല്ലതാണെന്നും കൂടെ പറയണമല്ലോ. അപ്പോൾ ആ ഒരു സൈഡ് കണ്ടോ, നമുക്ക് കാണാം, ആ വീഡിയോയിൽ കാണാം. ഒരു സൈഡ് കുഴപ്പമില്ലാത്ത ഒരു രീതിയിലേക്ക് ആയിട്ടുണ്ട്. ഒരു ലോഡാ ചാടിച്ചതെന്ന് പറയുന്നു. അപ്പോൾ നമുക്കിവിടെയുള്ള ഒരു നാട്ടുകാരനോട് നമുക്ക് അതിൻ്റെ ഒരു അഭിപ്രായങ്ങൾ ചോദിക്കാം. അല്ല സുഹൃത്തെ, എങ്ങനെയുണ്ട് നമ്മൾ വലിയ വിഷയമായി കിടക്കുന്നിടം? വിഷയമായിരുന്നു, അത് കുഴപ്പമില്ല. ഇപ്പോൾ ഒരു നോർമലായി. ഈ ഇതേ സൈഡിൽ ഒരു ലോഡും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് രാത്രി വാഹനങ്ങൾ വന്ന് ചാടി അടിയെല്ലാം മുട്ടുമായിരുന്നു. അപ്പോൾ ഒരു ലോഡും കൂടെ ഉണ്ടെങ്കിൽ ഈ മഴക്കാലത്ത് ഒന്ന് അവിടെ ഇരുന്ന് പോയിട്ടുണ്ട്. ഇന്നലെ ഇട്ടത് കുറച്ച് ഇരുന്ന് പോയതാണ്. അപ്പോൾ ഇരുന്ന് പോയത് ഇച്ചോടെ നല്ല രീതിയിൽ ചെയ്ത് നല്ലതാണ്. ശകലം ഒരു ലോഡും കൂടെ ഉണ്ടെങ്കിൽ നമുക്കത് ഭംഗിയായിട്ട് രാത്രി വലിയ വിഷയമില്ലാതെ ആൾക്കാർക്ക് അപകടമില്ലാതെ ഈ റോട്ടിൽ സഞ്ചരിക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ട്. ആകും. കാരണം ഒറ്റ ലോഡും കൂടെ ചാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമില്ലാത്ത രീതിയിൽ അത് തന്നെ സൈഡിലൊരു രാത്രി സൈഡ് കൊടുക്കുമ്പോൾ ലൈറ്റ് വെട്ടത്തിൽ നിന്ന് കാണാൻ പറ്റും. വന്ന് ചാടി കഴിഞ്ഞപ്പോൾ ത്രീ വീലർ വികലാംഗർ ഉണ്ടല്ലോ, വികലാംഗർ വന്നിട്ട് കഴിഞ്ഞ ദിവസമൊക്കെ എല്ലാവരും ത്രീ വീലറിൻ്റെ ചക്രമുള്ള കൂട്ടുകാരെല്ലാം മറിഞ്ഞ് തക്കായി പോയിട്ട് തള്ളിക്കയറ്റി വിടുക. കാരണം അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ കുഴിയായിട്ട് കിടക്കുമ്പോൾ. നമ്മളെയൊക്കെ വിളിക്കാൻ തൊട്ടുമുറ്റത്തുള്ള നമ്മളെ വിളിക്കാനേ പറ്റുള്ളൂ. തള്ളി കയറ്റി വിടുക എന്നല്ല വേറെ സാഹചര്യം നമുക്കാർക്കും ഇല്ല. അത് ശരിയാണ്. അപ്പോൾ ഈ നാട്ടുകാരൻ പറഞ്ഞ പോലെ ഈ വികലാംഗരൊക്കെ ഈ 3 വീലുള്ള വണ്ടിയും കൊണ്ട് വരുമ്പം അതിലൊരു വീല് പിടിച്ചില്ല ഒരവസ്ഥ നമുക്കറിയാലോ. കാരണം അത് നമുക്ക് അതുകൊണ്ട് ഈ ചേട്ടനെയൊക്കെയാണ്, ഈ തൊട്ടടുത്തുള്ള ആയതുകൊണ്ട് ആ ചേട്ടനാണ് പലപ്പോഴും ഇറങ്ങി വന്ന് അത് തള്ളിക്കയറ്റി വിടുന്നത്. അപ്പം നമുക്ക് ഇത്രയൊക്കെ രീതിയിൽ എന്ന് പറഞ്ഞാൽ ടൂ വീലർകാർക്ക് അത്യാവശ്യം ഇപ്പം നമുക്ക് രക്ഷപ്പെടാം എന്നുള്ളൊരു രീതിയിലായി. അപ്പോൾ ഇത്രയും ചെയ്തു തന്നതിന് നന്ദിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബാക്കി ഒരു ലോഡും കൂടെ ഒന്ന് ഇട്ട് അപ്പോൾ ഈ വഴി ഒന്ന് നല്ല രീതിയിലൊന്ന് ആക്കണമെന്ന് ഈ വാർഡിലെ മെമ്പറും എല്ലാ ഒന്ന് നല്ല രീതിയിൽ അല്ലേ, പഞ്ചായത്ത് പ്രസിഡൻറ്റും എൻ്റെ വാർഡാണത്. അതെ, ഓക്കെ. പഞ്ചായത്ത് പ്രസിഡന്റ്, വണ്ണപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫിൻ്റെ വാർഡാണത്. അത് വർഷങ്ങളായി കലുങ്ക് പണിയും അതുപോലെ തന്നെ വണ്ടി ഇടിച്ച് മതിലൊക്കെ കളഞ്ഞ് താഴെ ചാടുവും എന്നും അപകട മേഖലയാണിത്. ഈ റോഡിലേക്കുള്ള വ്യൂ വരെ തടസ്സമാണ്. അപ്പോൾ ഈ സൈഡൊക്കെ ഒന്ന് തെളിച്ച് പറക്കി ഇച്ചിരിയുടെ മക്കും കാര്യങ്ങളും ഇട്ട് കഴിഞ്ഞാൽ ഈ വർഷത്തിൽ മുമ്പോട്ട് പോകും. റോഡ് പണി കഞ്ഞിക്കുഴി ഭാഗത്തല്ലേ നടക്കണേ. അത് വരുമ്പോഴത്തേനും താമസം വരും, ഒരു വർഷമെങ്കിലും പിടിക്കുമല്ലോ, വേനലാവും. അതിന് ചെറിയ കാര്യങ്ങൾ ചെയ്തു തരുക നാട്ടുകാർക്ക് സഹായകരമായിട്ട്. ഓക്കെ. അപ്പോൾ നാട്ടുകാരൻ എന്ന നിലയിൽ പുള്ളി പറഞ്ഞ കാര്യങ്ങൾ കേട്ടല്ലോ. അപ്പോൾ ഒരു ലോഡ് മാക്കും കൂടെ ഉണ്ടെങ്കിൽ അത് ഭംഗിയാണ്. അപ്പോൾ നമുക്ക് ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ ചോദിക്കാം. വാർഡിൻ്റെ ഒരു മെമ്പർ KPMS ജില്ലാ സെക്രട്ടറി. അതെ, അപ്പോൾ നമ്മുടെ ബാബുചേട്ടൻ KPMS ജില്ലാ സെക്രട്ടറിയാണ്. പുള്ളി തന്നെ അതിൻ്റെ ഒരു അഭിപ്രായങ്ങൾ പറയും. ഞാൻ ഈ പ്രദേശവാസിയാണ്. ഇവിടെ ഈ വണ്ണപ്പുറം ചേലച്ചോട് റോഡിൻ്റെ 40 ഏക്കർ താഴ്വശം ആ പാലത്തിനോട് ചേർന്ന് ടൂ വീലറിന് പോലും പോകാത്ത രീതിയിൽ 2 വർഷക്കാലമായി ഇതിവിടെ ഇങ്ങനെ കിടക്കാൻ തുടങ്ങി. എന്തായാലും ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ആരെന്നറിയത്തില്ല, വീഡിയോ ഫേസ്ബുക്കിലൂടെ വാർത്തകളൊക്കെ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ലോഡ് മക്ക് ഇവിടെ കൊണ്ടുപോയി ചാടിച്ചിട്ടുണ്ട്. ഒരു ലോഡും കൂടെ ഇവിടെ ചാടിച്ച് കുറച്ചുകൂടി കുഴി അങ്ങ് നികന്ന് കിട്ടിയാൽ ഈ പ്രദേശവാസികൾക്കും ഇതിൽ പോകുന്ന ആയിരക്കണക്കിന് വണ്ടികളുണ്ട്, അവർക്കൊക്കെ വലിയ ഗുണമായിരിക്കുമെന്ന് ഞങ്ങൾക്ക് ഈ പ്രദേശവാസിക്കും തോന്നുന്നു, എനിക്കും തോന്നുന്നു. ഓക്കെ.
അപ്പോൾ ബാബുചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഒരു ലോഡ് മക്കും കൂടെ ചാടിച്ചു കഴിഞ്ഞാൽ ഈ റോഡ് നല്ല ഭംഗിയായിട്ട് 2 വീലറുകാർക്കൊക്കെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കടന്നു പോകാം. അപ്പോൾ ഈ നാട്ടുകാരൻ്റെ നിലയിൽ പുള്ളിയുടെ വാക്കുകളും കൂടെ ശ്രദ്ധിക്കുക. ഈ വഴിക്ക് ബസ് ഓടിക്കുന്ന ഒരു ഡ്രൈവർ എന്താണെന്ന് വെച്ചാൽ ഈ മഴക്കാലത്ത് ഇതുപോലെ അപകടങ്ങൾ ക്ഷണിച്ചു വരുന്ന ഒരു അവസ്ഥയാണ് ഇപ്പം നമ്മുടെ വണ്ണപ്പുറം പഞ്ചായത്തിൽ 40 ഏക്കറിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഇത്രയും വലിയ ഇറങ്ങി വരുന്ന വണ്ടി ഇവിടെ ഇത്രയും വലിയ കുഴിയിലേക്ക് വന്ന് ചാടുക എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കാത്ത ഒരു അവസ്ഥയിലേക്കാണ് വരുന്നത്. ഈ കലിങ്ക് പണിതിട്ട് ഇപ്പോൾ ഏറെക്കുറെ ഒരു 8 മാസം മേളിലായി. ഈ 8 മാസമായിട്ടും അധികൃതർ ഇത് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു തയ്യാറല്ല. അപ്പം നമ്മുടെ ഇവിടെ നാട്ടുകാരെന്ന രീതിയിൽ നമ്മൾ പറയുന്നത് ഇത് എത്രയും പെട്ടെന്ന് ടാർ ചെയ്യണം, അല്ലാണ്ട് മക്ക കൊണ്ട് ഇട്ടിട്ട് മാത്രം ഒരു കാര്യമില്ല. ഇത് താൽക്കാലിക 1-2 ദിവസത്തേക്ക് ഇത്രയും വലിയ മഴ പെയ്യുമ്പോൾ ഇതൊന്നും മക്കിട്ടിട്ട് ഒരു കാര്യമില്ല. അപ്പം നിലവിലിത് എത്രയും പെട്ടെന്ന് മിറ്റിലിട്ട് ടാർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം, ഈ ജനങ്ങളുടെ ആവശ്യം. അത് നമ്മുടെ ഒരാളുടെ അല്ല. ഇപ്പോൾ തൽക്കാലം ഒരു ആശ്വാസം, താൽക്കാലിക ഒരു ആശ്വാസം എന്ന് പറഞ്ഞാൽ ജെനുവിനായിട്ടൊരു ആശ്വാസം അല്ല അത്. ഇത് ഇന്നൊരു ദിവസം അല്ലെങ്കിൽ ഇന്ന് രാത്രി ഒരു ദിവസം കിട്ടിയിട്ട് കാര്യമില്ല. നാളെയും നാളത്തെ കഴിഞ്ഞ് ഇവിടെയുള്ള ജനങ്ങൾക്ക് ഈ പിള്ളേർക്കും ഇത്രയധികം സ്കൂൾ വണ്ടികളും ഒക്കെ ഓടുന്നൊരു വഴിയാണ്. അപ്പോൾ അത് എല്ലാവർക്കും വേണ്ടി ഇത് ടാർ ചെയ്യണം എന്ന് തന്നെ ഞാൻ പറയുന്നുള്ളൂ. എല്ലാ ജനപ്രതിനിധികളും ഇതിനു വേണ്ടി പ്രയത്നിക്കുന്നതെന്ന് ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ നാട്ടുകാരൻ എന്ന നിലയിൽ പുള്ളി പറഞ്ഞ കാര്യങ്ങൾ കേട്ടല്ലോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.